So the next chapter is about cage fish farming. കൂട് മത്സ്യകൃഷി. നമ്മൾ ഈ കോഴികളെ അതുപോലെ തന്നെ ആടുകളൊക്കെ കൂട്ടിലിട്ട് വളർത്തുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ എങ്ങനെയാണ് മത്സ്യങ്ങളെ കൂട്ടിലിട്ട് വളർത്തുന്നത്? മത്സ്യങ്ങളെ കൂട്ടിലിട്ട് വളർത്തുന്നത് അവരെ ഫ്ലോട്ടിംഗ് വാട്ടർ ബോഡീസിൽ ഒഴുകുന്ന വെള്ളത്തിൽ അവർ എന്ത് ചെയ്യും, ഒരു കൂടുണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മെറ്റാലിക് ആയിട്ടുള്ള ഒരു കൂടുണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഒരു സ്പേഷ്യസ് ആയിട്ട് അവർക്ക് ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് അവർക്ക് എന്ത് നൽകുക, അവർക്ക് പരിരക്ഷകളൊക്കെ നൽകിക്കൊണ്ട് തീറ്റൊക്കെ കൊടുത്തുകൊണ്ട് അവർക്ക് ഒരു അവരെ പരിരക്ഷിക്കുക എന്നുള്ളത്. സോ ഇങ്ങനെ മത്സ്യകൃഷി ചെയ്യുന്നതിലൂടെ അവരെ ഒരു വലുതായാലും മത്സ്യങ്ങൾ വലുതായാലും അവരെ സെല്ല് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ മത്സ്യങ്ങളെ വളർത്തുന്ന അതിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതിന് നേതൃത്വം കൊടുത്തത് എറണാകുളത്തെ മരട് എന്നുള്ള പ്രദേശത്തെ ഏതാനും ചില വുമൺ ആയിരുന്നു, സ്ത്രീകളായിരുന്നു. ബാക്ക്വേർഡ് കാസ്റ്റിൽപ്പെട്ട അല്ലെങ്കിൽ അവരിൽ ഉന്നതരായിട്ടുള്ള അല്ലെങ്കിൽ അവരിൽ കുടുംബശ്രീയുടെ ഒക്കെ ഭാഗമായിട്ട് പ്രവർത്തിച്ച് അവർക്ക് കൂടുതൽ ഒരു എക്സ്പോഷർ കിട്ടിയ സ്ത്രീകൾ അവരുടെ കൂടെയുള്ള ആളുകളെ പരിരക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി എന്ത് ചെയ്തു, ഈ ഒരു സംരംഭം തുടങ്ങുകയാണ്. കേജ് ഫിഷ് ഫാമിംഗ് ഈസ് എ ദളിത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഇൻ മരട് എറണാകുളം ഓർഗനൈസ്ഡ് അണ്ടർ കുടുംബശ്രീ. അതിന്റെ മുന്നേ ഇറ്റ്സ് എൻ ആർട്ടിക്കിൾ ബൈ സോമക് അധികാരി എന്ന് പറയുന്ന ആളാണ് ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയത്. Emerged as a critical economic lifeline during COVID-19 pandemic. COVID-19 പാൻഡമിക്കിൻ്റെ ആ ഒരു സമയത്ത് അവർക്ക് കൂടുതൽ മണി നൽകുക അല്ലെങ്കിൽ അവരെ കൂടുതൽ പോവർട്ടിയിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള ഒരർത്ഥത്തിൽ ആ ഒരു സമയത്ത് അവർ ഇത് സ്റ്റാർട്ട് ചെയ്തു. ദ റേസ്ഡ് പേൾ സ്പോട്ട് ഫിഷ് ഇൻ എ 4 meter കേജ് പ്ലേസ്ഡ് ഇൻ മരട് ബാക്ക് വാട്ടേഴ്സ്. ഇത് ശരിക്കും എറണാകുളത്തെ വേമ്പനാട്ടുകാരന് ചേർന്നിട്ടാണ് ശരിക്കും ഇതുള്ളത്. ദ റേസ്ഡ് പേൾ സ്പോട്ട് ഫിഷ്, അവർ പേൾ സ്പോട്ട് ഫിഷും സ്റ്റാർ ഫിഷും ക്യാറ്റ് ഫിഷും ഒക്കെ അവരെന്ത് ചെയ്യുന്നു, അവർ വളർത്തുന്നു ഒരു കേജിൽ ഇട്ടുകൊണ്ട്. ഔട്ട് ഓഫ് 2000 ഫിഷ് സീഡ്സ് അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫിഷ് ചെറുതാവുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും, അവർ ഈ കൂട്ടിലിടാൻ തുടങ്ങും. പിന്നെ അവർ ഈ ഫിഷസ് വലുതായി അവർ പല കൊമേഴ്ഷ്യൽ പേർപ്പസിനൊക്കെ ഉപയോഗിക്കും. അപ്പം അങ്ങനെ 2000 ഫിഷ് സീഡ്സ് ആണ് ആദ്യം ഈ ഹാച്ചറീസിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ഈ കൂട്ടിലിട്ടത്. ദെൻ അവരെന്ത് ചെയ്തു, 600 kilogram ഫിഷ് അത് ഹാർവെസ്റ്റ് ചെയ്തു എന്നുള്ളത്. അപ്പം ഇവർക്ക് ലാഭം കിട്ടിയത് 2,73,000 ഉറുപ്പിയാണ് ലാഭം കിട്ടിയത്. പെട്ടെന്ന് തന്നെ ഒരു ഗ്രോത്ത് ഇവർക്ക് സംഭവിച്ചു എന്നുള്ളത്. ഇറ്റ് വാസ് ഇംപ്ലിമെന്റഡ് അണ്ടർ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് സബ് പ്ലാൻ SCSP. ഇമ്പോർട്ടൻ്റ് ആണ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് സബ് പ്ലാൻ. ഇത് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു ബോഡീനെ പറയുന്ന പേരാണ്. ആൻഡ് CMFRI CMFRI സെൻട്രൽ മറൈൻ ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ഈ രണ്ട് ബോഡീസുമാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ദെൻ ഇറ്റ്സ് എൻ അക്വാകൾച്ചർ മെത്തേഡ്, അതായത് വാട്ടറിൽ വളർത്തുന്ന ഒരു മെത്തേഡാണ്. വേർ ഫിഷസ് ആർ കൾട്ടിവേറ്റഡ് വിത്തിൻ എൻക്ലോസ്ഡ് നെറ്റഡ് കേജസ്. അവരെന്ത് ചെയ്യുന്നു, ഒരു എൻക്ലോഷർ അല്ലെങ്കിൽ ഒരു തടവ് വെച്ചുകൊണ്ട് അവർക്ക് ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവും. പുറത്തു പോകാൻ കഴിയൂല, എന്നാൽ ഓക്സിജൻ കപ്പാസിറ്റി ഉണ്ട് താനും. അപ്പോൾ അവർക്ക് പുറത്തു പോകാൻ കഴിയാത്ത രീതിയിൽ നെറ്റഡ് കേജസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സസ്പെൻഡഡ് ഇൻ എക്സിസ്റ്റിംഗ് വാട്ടർ ബോഡീസ് ലൈക്ക് ലേക്സ്, റിവേഴ്സ്, ബാക്ക് വാട്ടേഴ്സ്, കായലുകൾ, അതുപോലെ റിവേഴ്സിൽ, നദികൾ, ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നു, അവർ ഈ മത്സ്യകൃഷി ചെയ്യുന്നു. ഇറ്റ് അലോസ് ഫോർ കൺട്രോൾഡ് എൻവയോൺമെന്റ് ടു റിയർ ഫിഷ് വൈൽ യൂട്ടിലൈസിങ് നേച്ചുറൽ വാട്ടർ ഫ്ലോ. അപ്പം ഇവർക്കൊരു ഫ്രീഡം ഹനിക്കപ്പെട്ടൊരു ഫീലിംഗ് ഉണ്ടാവില്ല. മീൻസ് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കൊടുക്കുന്നുണ്ട്. ടു മാനേജ് വേസ്റ്റ് ആൻഡ് പ്രൊവൈഡ് ഓക്സിജൻ. അപ്പം അവർക്ക് വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ ഓക്സിജന്റെ അവൈലബിലിറ്റി ധാരാളമുണ്ട്. ഇറ്റ് റിക്വയർസ് ലെസ് സ്പേസ് ദാൻ ട്രഡീഷണൽ പോൺസ്. പോൺസിലൊക്കെ എന്ത് ചെയ്യുന്നു, പോൺസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ലാൻഡ് ഡിഗ് ചെയ്യണം. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇറ്റ് റിക്വയർസ് ലെസ് സ്പേസ്, കുറച്ച് സ്പേസ് മതി. അതുപോലെ തന്നെ ട്രഡീഷണൽ പോൺസ് ഉണ്ടാക്കുന്ന ഒരു ചിലവൊന്നുമില്ല. ദ ഹാബിറ്റാറ്റ് ഈസ് ഫ്രീ ഫ്രം സ്റ്റാറ്റിക് പോൺസ്. അപ്പോൾ സ്റ്റാറ്റിക് മീൻസ് ചലനമില്ലാത്ത പോൺസിനെ സംബന്ധിച്ചിടത്തോളം അതിനെ കമ്പയർ ചെയ്യുമ്പം ഇത് എത്രയോ ബെറ്റർ ആണ് എന്നുള്ള ഒരു മീനിങ്. ദെൻ നെക്സ്റ്റ് സ്ലൈഡ്, ലാസ്റ്റ് സ്ലൈഡ്. കേജ് ഫിഷ് ഫാമിംഗ് ഈസ് എക്കണോമിക്കലി വയബിൾ. അപ്പം ഒരു സ്ഥായിയായിട്ടുള്ള വരുമാനം, അവർക്ക് സുസ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇക്കോളജിക്കലി സൗണ്ട്, അതായത് പരിസ്ഥിതി ഫ്രണ്ട്ലി ആണ്. പരിസ്ഥിതിക്ക്
ചേർന്നുകൊണ്ട് മീൻസ് നമുക്ക് വേറെ അഡീഷണൽ ലാൻഡ് ഡിഗ് ചെയ്യേണ്ട കാര്യമില്ല, പോണ്ട് ഡിഗ് ചെയ്യേണ്ട കാര്യമില്ല. ഫ്ലോട്ടിംഗ് എക്സിസ്റ്റിംഗ് വാട്ടർ ബോഡീസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വളർത്താമെന്നുള്ളത്. സോഷ്യലി ഇൻക്ലൂസീവ്, അതുപോലെ തന്നെ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തുക, സാമൂഹികപരമായിട്ട് എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കുക, ദളിത് ഗ്രൂപ്പിനെ ചേർത്ത് പിടിക്കുക എന്നുള്ള, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് എന്നുള്ള ആ ഒരു അവസ്ഥാവിശേഷം മാറ്റുക എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. This self-help group breaks cycles of poverty, training the marginalized groups. അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ അവർക്കൊരു കൈത്താങ്ങായിട്ട് ഇത് വർത്തിക്കുന്നു. ആൻഡ് മോട്ടിവേറ്റിംഗ് ദം ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്, അവരെ ഓവറോൾ ഗ്രോത്തിന് ഇത് സഹായിക്കുന്നു. എക്കണോമിക്കലി ഇൻഡിപെൻഡന്റ് ആവാൻ സഹായിക്കുന്നു. ദേ ഓൾസോ ക്ലീൻ ദ വാട്ടർ ബോഡീസ്. അപ്പോൾ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് അവരെന്ത് ചെയ്യുന്നു, ഇവർ വാട്ടർ ബോഡീസ് ഒക്കെ ക്ലീൻ ചെയ്യുന്നു, ഫ്രീ ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് വേസ്റ്റ് മെറ്റീരിയൽസ്, ഇതൊക്കെ ഇടുന്നത് അവർ തടയുന്നു എന്നുള്ളത്.